കേദാരം പോൽ പെരുമയതണിയും പ്രിയകരനാടേ. പല പല പുകള പകലവനെപ്പോൽ പ്രഭ ചൊരിയും പ്രിയനാടേ. അറിയേണ്ടേ ഏതാണിടമെന്ന്. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഞങ്ങളുടെ ചെട്ടുകുളങ്ങര കുംഭഭരണി നാളിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട വിഭവമായ കൊഞ്ചുമാങ്ങയാണ് കേട്ടോ. ഈ കൊഞ്ചുമാങ്ങയ്ക്കും പിന്നിലൊരു ഐതിഹ്യമുണ്ട് കേട്ടോ. അത് ഞാൻ ഇതിൻ്റെ അവസാനം പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഈ കൊഞ്ചുമാങ്ങയും വെക്കുന്നത് ചെട്ടുകുളങ്ങരയിലെ കുംഭഭരണി ഉത്സവത്തിൻ്റെ അന്നാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ഉണക്കക്കൊഞ്ചാണ് കേട്ടോ. കുറച്ച് ഉണക്കക്കൊഞ്ച്, മാങ്ങ, 3 ചുവന്നുള്ളി, അതുപോലെ തന്നെ തേങ്ങ. ആദ്യം നമുക്ക് ഈ ഉണക്കക്കൊഞ്ച് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. വറുത്തെടുത്തിട്ട് അതിൻ്റെ ഈ തലയും വാലും അതിൻ്റെ മീശയൊക്കെ എടുത്ത് കളയണം കേട്ടോ, അല്ലെങ്കിൽ തൊണ്ടയിൽ കുത്തും. ആദ്യം നമുക്കിത് വറുത്തെടുക്കാം. വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കൊഞ്ചിട്ട് കൊടുക്കുക. ഒരുപാടങ്ങ് കരിഞ്ഞു പോകരുത്. ഇതാണെങ്കിൽ ചെറിയ ചൂടിൽ നമുക്കിത് വറുത്തെടുക്കണം കേട്ടോ. ഇത് വറുത്ത് വരുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു മണമൊക്കെ കിട്ടും. ഞാൻ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ 9 വർഷമായിട്ടോ ഭരണി കൂടിയിട്ട്. പ്രവാസി ആയതിനു ശേഷം എനിക്ക് ഭരണിക്ക് നാട്ടിൽ പോകാനേ സാധിച്ചിട്ടില്ല. അപ്പം ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നാളെയാണ് ഞങ്ങളുടെ ഭരണി, ചെട്ടുകുളങ്ങരയിലെ കുംഭഭരണി നാളെയാണ്. അപ്പം അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഇതൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങളെയും കൂടെ ഒക്കെ ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതാണെങ്കിൽ വറുത്ത് വന്നിട്ടുണ്ട്. ഇതൊരിക്കലും കരിയാൻ പാടില്ല കേട്ടോ. കരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ പോകും. നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഉണക്കച്ചെമ്മീൻ. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇടാം കേട്ടോ. ഇത് നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്കിതിൻ്റെ തലയും വാലും ഒടിച്ചെടുക്കണം കേട്ടോ. തലയും ഇതിൻ്റെ വാലും ഒടിച്ചെടുക്കണം. അതിനുശേഷം നമുക്കാണെങ്കിൽ അത് ഒരു വെള്ളത്തിലേക്ക് ഇടണം കേട്ടോ. കാരണം നമുക്കത് കഴുകിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് വെള്ളത്തിലേക്ക് ഇടണം. കാരണം ഇതിൽ മണ്ണും ചെളിയും ഒക്കെ അഴുക്കൊക്കെ ഉണ്ടാവും. അത് പോകാൻ വേണ്ടിയിട്ട് നമ്മളത് വെള്ളത്തിലേക്ക് ഇടണം കേട്ടോ. ആണെങ്കിൽ അമ്മമാർ എന്ത് ചെയ്യാന്നറിയോ, ഈ ഉണക്കക്കൊഞ്ചാണെങ്കിൽ ഇങ്ങനെ വറുത്തെടുത്തിട്ട് ഇതിൻ്റെ തലയും ഇതിൻ്റെ വാലയും കളയാൻ വേണ്ടിയിട്ട് നമ്മുടെ മുറമില്ലേ, പഴയ മുറം, അരിയൊക്കെ പാറ്റണ ആ മുറത്തിനകത്തേക്ക് ഇടും കേട്ടോ. ഇട്ടിട്ട് നമ്മുടെ അരകല്ലിൻ്റെ കുഞ്ഞില്ലേ അമ്മി, ആ അമ്മി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടും. എന്നിട്ടിത് പാറ്റിയെടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഉരുട്ടുന്ന സമയം കൊണ്ട് ഇതിൻ്റെ തലയും വാലും ഒക്കെ പോയിട്ട് വൃത്തിയായി കിട്ടും കേട്ടോ. വളരെ എളുപ്പമാണ് അങ്ങനെ എടുക്കാൻ. ഇപ്പോൾ ഈ ഗൾഫിൽ മുറവും അമ്മിക്കല്ലും അരകല്ലും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ കൈവച്ചിട്ട് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് സമയം പിടിക്കുന്നുണ്ട്, സാരമില്ല. ഞങ്ങളുടെ നാട്ടിലെ ഉത്സവം എന്ന് പറയുന്നത് ഭയങ്കര ആഘോഷമാണ് കേട്ടോ. ഞങ്ങൾ കാത്തിരിക്കും ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്, ചെട്ടുകുളങ്ങര ഭരണിക്ക് വേണ്ടിയിട്ട്. ഞങ്ങൾ കുംഭത്തിലെ ഭരണി ആവാൻ വേണ്ടിയിട്ട് കലണ്ടറിലില്ലേ, ഫസ്റ്റ് കലണ്ടർ കിട്ടുമ്പോൾ ഉണ്ടല്ലോ ഞങ്ങൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് നമ്മുടെ കുംഭഭരണി എന്നാണെന്നാണ് കേട്ടോ. കുംഭഭരണിയുടെ അന്ന് നമ്മുടെ മാവേലിക്കരയിലും കായംകുളത്തും എല്ലാ സ്കൂളുകൾക്കും ബാങ്കുകൾക്കും എല്ലാത്തിനും അവധിയായിരിക്കും കേട്ടോ. ഞങ്ങൾക്ക് അത്രയും വലുതാണ് ഞങ്ങളുടെ ഓണാട്ടുകരയുടെ ഈ ഉത്സവം എന്ന് പറയുന്നത്. ഞങ്ങൾ 13 കരക്കാരാണ് കേട്ടോ. 13 കരക്കാരും ചെട്ടുകുളങ്ങര ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒത്തൊരുമയോട് കൂടി ആഘോഷിക്കുന്ന ഒരു വലിയൊരു ഉത്സവമാണ്. ഓണത്തെക്കാളേറെ ഞങ്ങൾക്ക് പ്രാധാന്യമുള്ളതാണ് കേട്ടോ ഞങ്ങളുടെ കുംഭഭരണി ചെട്ടുകുളങ്ങര അമ്മയുടെ മഹോത്സവം എന്ന് പറയുന്നത്. ഇവിടെ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ആണ് ഈ ഉത്സവം നടത്തുന്നത് തന്നെ.
കഥകൾ പറയാനാണെന്നുണ്ടെങ്കിൽ ചെട്ടികുളങ്ങര അമ്മയുടെ ഒരുപാടുണ്ട് കേട്ടോ. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദേവിയാണ് ചെട്ടികുളങ്ങരയമ്മ. നമ്മുടെ എന്ത് വിഷമങ്ങളും അമ്മയുടെ നാട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ അമ്മ അത് സാധിച്ചു തരും. ഇപ്പോൾ ചെട്ടികുളങ്ങരയിൽ നിന്ന് മാത്രമല്ല കേട്ടോ, കേരളത്തിൽ നിന്നും മറ്റു പല സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ ഭഗവതിയെ കാണാൻ പ്രാർത്ഥിക്കാനും അനുഗ്രഹം വാങ്ങാനും ഒരുപാട് ആൾക്കാർ അമ്മയുടെ നടയിൽ എത്തുന്നുണ്ട്. അതൊരു ഭാഗ്യമായിട്ടാണ് എല്ലാവരും കരുതുന്നത്. ഞങ്ങൾ ഈ ചെട്ടികുളങ്ങരക്കാർക്കില്ലേ ഭയങ്കര അഭിമാനമാണ് കേട്ടോ. എവിടെയാണ് നാടെന്ന് ചോദിച്ചാലുണ്ടല്ലോ ഞങ്ങൾ പറയും ചെട്ടികുളങ്ങരക്കാരാന്ന് പറയും. അതിലിപ്പോൾ ഒരു അഭിമാനം ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല. അത്ര അഭിമാനം മാത്രമല്ല കേട്ടോ, സത്യം പറഞ്ഞ ഒരു ചെറിയൊരു അഹങ്കാരം കൂടിയുണ്ട് ഞങ്ങൾ ചെട്ടികുളങ്ങരക്കാരാണെന്ന് പറയുന്നതിൻ്റെ. അമ്മയുടെ മകളായിട്ട് ആ മണ്ണിൽ ജനിച്ച് വളരാൻ പറ്റിയല്ലോ. ജീവിക്കാൻ പറ്റിയത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അപ്പം അങ്ങനെ നമ്മുടെ കൊഞ്ച് ഇവിടെ ഞാനിങ്ങനെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് നമ്മളിത് കറിക്ക് വേണ്ടിയിട്ട് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. വേണ്ടത് ഇതിന് വേണ്ടി കുറച്ച് അരപ്പ് റെഡിയാക്കുക എന്നുള്ളതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബോക്സ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനകത്തേക്ക് വേണ്ടത് ഒരു 3 ചുവന്നുള്ളിയാണ്. നമുക്കിനി വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വേണ്ടത് 1 സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ. ചെട്ടികുളങ്ങരക്കാരല്ലാതെ മറ്റ് പല ആൾക്കാരും ഉണ്ടല്ലോ ഇതിന് കൊഞ്ച് മാങ്ങ ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ. പക്ഷേ അവരൊക്കെ മല്ലിപ്പൊടി ഇടും കേട്ടോ. പക്ഷെ ഞങ്ങൾ ചെട്ടികുളങ്ങരക്കാരുടെ കൊഞ്ച് മാങ്ങയിൽ മല്ലിപ്പൊടി ഇടില്ല കേട്ടോ. മുളക് പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇടുള്ളൂ കേട്ടോ. വേറെ ഒരു പൊടികളും ഞങ്ങൾ ഇടാറില്ല. അരച്ചെടുക്കണം എന്ന് പറയുമ്പോൾ അങ്ങനെ പേസ്റ്റ് പോലെ അരയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി കേട്ടോ. ഒന്ന് ചതച്ച് വാരി എടുത്താൽ മതി. ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചുവന്നുള്ളി മാത്രമാണ് ഇട്ടിരിക്കുന്നത്, വേറൊന്നും ഞാൻ ഇട്ടിട്ടില്ല. നമുക്കിനിയും വേണ്ടത് മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇതിനുള്ള മാങ്ങ നമുക്ക് റെഡിയാക്കാം. നല്ല പുളിയുള്ള ഒരു പച്ചമാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരെണ്ണേ എടുക്കുന്നുള്ളൂ, കാരണം ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഈ ഒരെണ്ണേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ അങ്ങ് ഇങ്ങോട്ടൊക്കെ ഒന്ന് ചെത്തി കൊടുക്കണം കേട്ടോ. ഞങ്ങളിതിൻ്റെ തൊലി മുഴുവനും കളയത്തില്ല, അങ്ങ് ഇങ്ങോട്ടേക്ക് ചെത്തി കളയത്തുള്ളൂ കേട്ടോ. അതിനുശേഷം ഈ മാങ്ങ കേട്ടോ, നല്ല പുളിയ മാങ്ങയാണ്, ഒരെണ്ണം മതി. ഇതിൻ്റെ മാങ്ങയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനിയും കൊഞ്ച് മാങ്ങയും പറ്റിക്കാം. ഇതിനകത്തേക്ക് വേണ്ട ഒരു 4 പച്ചമുളകാണ് കേട്ടോ എരിവിന് വേണ്ടിയിട്ട്. അത് നമ്മൾ ഇവിടെ വെക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ് കേട്ടോ. അത് ഞാൻ എടുത്തിട്ട് വരാം. വേണ്ടത് കറിവേപ്പിലയാണ്. നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി എടുത്ത് വെക്കാം കേട്ടോ. ഞാൻ ഈ കൊഞ്ച് മാങ്ങ വെക്കുന്നത് ചട്ടിയിലാണ് കേട്ടോ. ചട്ടിയിൽ വെക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചട്ടിയിൽ വെക്കാം. നമ്മൾ ആദ്യം കഴുകി വൃത്തിയാക്കിയ കൊഞ്ച് ചട്ടിയിലേക്ക് ഇടുന്നു. കണ്ടിത് കഴുകി എല്ലാം കളഞ്ഞ് തലയും വാലും ഒക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വന്നപ്പോൾ നോക്കിക്കേ, വളരെ കുറച്ചേ ഉള്ളൂ അല്ലേ. നമ്മൾ ആദ്യം നമ്മുടെ കൊഞ്ച് നമ്മൾ ചട്ടിയിലേക്ക് ഇടുന്നു. അതിനുശേഷം
നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പോട് ചേർക്കുന്നു. പിന്നെ 4 പച്ചമുളക്, പിന്നെയാണ് നമ്മുടെ മെയിൻ ഐറ്റം നല്ല പുളിയുള്ള പച്ചമാങ്ങ, ശേഷം ഒരു തണ്ട് കറിവേപ്പിലയാണ് കേട്ടോ. നന്നായിട്ട് ഞെരടിയിട്ടിട്ടുള്ളൂ കറിവേപ്പില. ആവശ്യത്തിന് ഉപ്പ്. ഇത് നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴയ്ക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കണം. കൈ വെച്ച് തന്നെ ഇത് ചെയ്യണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർക്കണം കേട്ടോ. നമ്മൾ അതൊന്ന് വെന്ത് വരാനൊക്കെയാണ്. അല്ലെങ്കിൽ ഇച്ചിരി വെള്ളമില്ല എന്നുണ്ടെങ്കിൽ അത് അടിയിൽ പിടിക്കും കേട്ടോ. ഇതൊന്ന് പറ്റി വരണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇങ്ങനെ വെച്ചിട്ട് നമുക്കാണെങ്കിൽ അടുപ്പ് വെച്ച് അടയ്ക്കാം കേട്ടോ. തീയാണെങ്കിൽ നമുക്ക് വളരെ കുറവിട്ടാൽ മതി, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. ഒരു 5-10 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കൊഞ്ചും മാങ്ങയും റെഡിയായി വരും കേട്ടോ. ഇനി ഞാൻ നമ്മുടെ കഥയിലേക്ക് കടക്കാം കേട്ടോ. വലിയ ഐതിഹ്യങ്ങളോ പുരാണങ്ങളോ കഥകളോ ഒന്നുമല്ല, ഒരു നാട്ടിൻപുറത്തെ ഒരു കഥ. ഞങ്ങളുടെ ചെട്ടുളങ്ങരയിൽ പണ്ട് ഒരമ്മ, ഒരു സാധു അമ്മയുണ്ട് കേട്ടോ. അപ്പോൾ കുംഭഭരണിയുടെ അന്ന് അവിടെ കുത്തിയോട്ട് ഘോഷയാത്ര രാവിലെ പോകുമായിരുന്നു. അന്നേരം ഈ അമ്മയുണ്ടല്ലോ ഉച്ചക്കത്തെ കറിക്ക് വേണ്ടിയിട്ട് കൊഞ്ചും മാങ്ങയും പറ്റിക്കാൻ അടുപ്പത്ത് വെച്ചു. അപ്പം അന്ന് ഇന്നത്തെ പോലെ ഫോണോ വലിയ എൻ്റർടൈൻമെൻറ്റ്സോ ഒന്നും തന്നെ ഇല്ലല്ലോ. അപ്പം അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം ആ കുത്തിയോട്ടത്തിൻ്റെ ഘോഷയാത്ര കാണണമെന്ന്. പക്ഷെ ഇത് വെക്കുകയും ചെയ്ത് അടുപ്പത്താവുകയും ചെയ്ത് ഇനി പോയി വരുമ്പോഴേക്കും കരിയുമോ എന്ന് അമ്മയ്ക്ക് പേടി. അപ്പം അമ്മ അവിടെ നിന്ന് പറഞ്ഞു, എൻ്റെ ചെട്ടുളങ്ങരമ്മേ, എനിക്കാണെങ്കിൽ ആ കുത്തിയോട്ട് ഘോഷയാത്ര ഒന്ന് കാണണമെന്ന് ഭയങ്കര കൊതിയാവുണ്ടല്ലോ. കറി ഇവിടെ ഇരിക്കുകയും ചെയ്യുന്ന അമ്മ ഒന്ന് കാക്കണേ എന്നും പറഞ്ഞിട്ട് അമ്മ കറി അടുപ്പത്ത് വെച്ചിട്ട് നേരെ ഓടിട്ടോ കുത്തിയോട്ട് ഘോഷയാത്ര കാണാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്ന് അമ്മ മതി വരുവോളം കുത്തിയോട്ട് ഘോഷയാത്രയൊക്കെ കണ്ട് അവിടെ കുറേ നേരം ചിലവഴിച്ചിട്ടോ. അപ്പോഴാണ് ഓർമ്മ വന്നേ, അയ്യോ എൻ്റെ ഭഗവതി, എൻ്റെ കറി അവിടെ ഇരിക്കുകയാണല്ലോ, അതെന്തായി കാണും, കരിഞ്ഞ നാശമായി കാണുമല്ലോ എന്ന് പറഞ്ഞ് അമ്മ ഓടിപ്പടച്ച് വീട്ടിൽ വന്നിട്ടോ. വീട്ടിൽ വന്നപ്പോൾ ഉണ്ടല്ലോ ആ കറിയാണെങ്കിൽ അടുപ്പത്തൊന്ന് മാറ്റി വെച്ചേക്കുന്ന ഒരു ഇല വെച്ച് ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ കുറേ പൂവുണ്ട്. അപ്പം അമ്മ അത് ഭയങ്കര അത്ഭുതപ്പെട്ടിട്ടോ, അയ്യോ ഇതാരാണ് എൻ്റെ കറി ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്, ആരും ഇവിടെ സഹായത്തിനും ഇല്ലല്ലോ. അമ്മ ഇത് തുറന്നു നോക്കി കേട്ടോ. അമ്മ ഇത് തുറന്നു നോക്കിയപ്പോൾ ഉണ്ടല്ലോ ആ കറി കൊഞ്ചും മാങ്ങയും പാകമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അമ്മയ്ക്കൊരു ഉൾവിളി പോലെ തോന്നി. അമ്മ പറഞ്ഞിട്ടാണല്ലോ പോയേ, എൻ്റെ ചെട്ടുളങ്ങര അമ്മേ കാത്തിരക്ഷിക്കണേ, ഈ കൊഞ്ചും മാങ്ങയും റെഡിയാവണേ, കരിഞ്ഞു പോവല്ലേ എന്ന്. അപ്പം അമ്മയാണ് അത് റെഡിയാക്കി വെച്ചത് കേട്ടോ. അതൊരു ഐതിഹ്യമാണ്, ഒരു കഥയാണ്. അമ്മ ആ കഥ ഞാനിങ്ങനെ ഉത്സവം കാണാൻ പോയപ്പോൾ എൻ്റെ കൊഞ്ചും മാങ്ങയും ഇങ്ങനെ സംഭവം ഉണ്ടായി, ആരോ റെഡിയാക്കി വെച്ചിരുന്നു, അമ്മയുടെ അനുഗ്രഹം ആവാമെന്ന് പറഞ്ഞിട്ടോ. ആ ഒരു അമ്മ മറ്റൊരു അമ്മയിലേക്ക് കഥ പകർന്ന് ഞങ്ങൾ ചെട്ടുളങ്ങരക്കാർ, ഓണാട്ടുകരക്കാർ അമ്മയുടെ ചെട്ടുളങ്ങര ഭരണിയുടെ അന്ന് എന്നും ഉച്ചയ്ക്ക് സദ്യ വിളമ്പുമ്പം ഈ കൊഞ്ചും മാങ്ങയും അതിൻ്റെ ഒരു ഇലയുടെ ഒരു കോണിലുണ്ടാവും കേട്ടോ. ഇതാണ് അന്നത്തെ സ്പെഷ്യൽ, കൊഞ്ചും മാങ്ങ സ്പെഷ്യൽ. ഇതാണ് കേട്ടോ കഥ. ഞങ്ങൾ ചെട്ടുളങ്ങരക്കാർക്ക് ഇത് ഭയങ്കര ഒരു വികാരമാണ് കേട്ടോ. പറയുമ്പോഴേ എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. കാരണം അത്രയും ഇമോഷൻസാണ് ഞങ്ങൾക്ക് ചെട്ടുളങ്ങര അമ്മയും കുംഭഭരണിയും കൊഞ്ചും മാങ്ങയും കെട്ടുകാഴ്ചയും കുതിരമൂട്ടിൽ കഞ്ഞിയും ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഹരമാണ് കേട്ടോ. ഞങ്ങളുടെ ബ്ലഡിലുള്ളതാണ് അതൊക്കെ. അപ്പം ഇതാണ് കേട്ടോ ഇതിൻ്റെ കഥ. നമ്മൾ കൊഞ്ചും മാങ്ങ ഒരു 10 മിനിറ്റിൽ റെഡി ആവും കേട്ടോ. നമുക്ക് എന്തായാലും നോക്കാം. ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും നോക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല പാകത്തിലെത്തിയിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഇനി ഇതിനകത്ത് എന്താ പറയുക, തവിയൊന്നും ഇട്ട് ഇങ്ങനെ കുത്തി ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ല ആവശ്യത്തിന് ഉപ്പും പുളിയും ഒക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തു. എത്രയാണ് കേട്ടോ നമ്മുടെ കൊഞ്ചും മാങ്ങയും പറ്റിച്ചത്. നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇത് ഞങ്ങളുടെ സ്പെഷ്യൽ വിഭവമാണ്. നല്ല ടേസ്റ്റിയാണ്. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ, ഒരുപാട് റെസിപ്പിയും വേണ്ട. നല്ല
ഒരു റെസിപ്പിയാണ് ഞങ്ങൾ ഉത്സവത്തിന് വെക്കുന്നത്. യുടെ കേദാരം പോൽ പെരുമയതണിയും പ്രിയകര നാടേ, പല പല പുകള പകലവനെപ്പോൾ പ്രഭ ചൊരിയും പ്രിയ നാടേ. അറിയേണ്ടേ